ദൈവനാമം ഭൂത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾ ആൻറ്റി പഠിപ്പിക്കുന്ന കഥകളും വാക്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിന് നമ്മളെ ഒത്തിരി ബുദ്ധിമാന്മാരാക്കുകയും നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ്, വാക്യങ്ങളാണ് ആൻറ്റി പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളതെല്ലാം പഠിക്കണം. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സഹിച്ച കഷ്ടതകളെക്കുറിച്ച് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു വേദഭാഗം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യം. യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നാം, എന്നാൽ ഈസിയാണ്. കർത്താവ് പറയാണ്, ഇനി അവരോട് പറയാണ്, അവർക്ക് ഞാൻ ദൈവമാണ്, അതുകൊണ്ട് ഇനിയൊരു ദിവസം ഇനി ഞാൻ രണ്ടാമതും വരും, അത് ആകാശമേഘത്തിൽ നിന്ന് ഞാൻ വരുന്നത് നിങ്ങൾ കാണും എന്ന് അവരോട് പറയുകയാണ്. നമുക്കപ്പോൾ ബാക്കി ഈസി ആയിട്ടൊന്നും കൂടെ പഠിക്കാം. യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ഗെത്സമനയിലായിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഒക്കെ അയച്ച വലിയൊരു പുരുഷാരവും പടയാളികളും വാളും വടിയുമായിട്ട് വന്ന് യേശുവിനെ പിടിച്ചു. അവർ മഹാപുരോഹിതനായ കയ്യഫയുടെ അടുക്കലേക്കാണ് യേശുവിനെ കൊണ്ടുപോയത്. അവിടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അവർക്കറിയാം ഇപ്പോൾ യേശു വരുമെന്ന്. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും യേശുവിനെ കൊല്ലുവാൻ വേണ്ടി എങ്ങനെയെങ്കിലും യേശുവിനെ കൊന്നു കളയണം, അതിനുവേണ്ടി കള്ളസാക്ഷി അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരെത്ര കള്ളസാക്ഷ്യങ്ങളെ നോക്കിയിട്ടും യേശു നീതിമാനും വിശുദ്ധനുമായതുകൊണ്ട് കള്ളസാക്ഷികൾ ഒന്നും പറഞ്ഞിട്ട് ഒന്നും ഒത്തുവന്നില്ല. അവർ ഈ കള്ളസാക്ഷികൾ പറയുമ്പോഴൊക്കെ നമ്മുടെ കർത്താവ് മിണ്ടാതെ ഇരുന്നു. നമ്മുടെ കർത്താവ് പലപ്പോഴും അവസാന നിമിഷങ്ങളിൽ കർത്താവ് മറ്റുള്ളവർ ത്യജിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ മിണ്ടാതിരിക്കുന്ന കർത്താവിനെ കാണാനായിട്ട് സാധിക്കും. ആ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, സർവശക്തനായ ദൈവമാണ്, എന്തെങ്കിലും ഒന്ന് പുറപ്പെട്ടാൽ അവരാരും അവിടെ നിൽക്കുകയില്ല, അവർക്കതിനുള്ള ശക്തിയില്ല. എന്നാൽ കർത്താവ് മിണ്ടാതിരുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടി സഹിച്ചു. അപ്പോൾ മഹാപുരോഹിതൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നു, നീ ഒരു ഉത്തരവും പറയുന്നില്ലല്ലോ. എന്നിട്ടും യേശു മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് യഹൂദരും മഹാപുരോഹിതൻ യേശുവിനോട് പിന്നെയും ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് കർത്താവ് പറഞ്ഞു അവരോട്. അത് കേട്ടപ്പോഴേക്കും മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറയുന്നു, ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു. അവർ കള്ളസാക്ഷികളെ ആൾക്കാരെ ഒത്തുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഉടനെ പറഞ്ഞു, അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി. ഒന്ന് ഓർത്ത് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, നമ്മളുടെ മുഖത്ത് ആരെങ്കിലും ഒന്ന് തുപ്പിയാൽ നമുക്ക് സഹിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവെ, നിന്നെ തല്ലിയതാരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവനെ ഏറ്റവും അപമാനിച്ചു. അതിനുശേഷം പുലർച്ചയ്ക്ക് അവർ യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ആ മനപ്പാഠവാക്യം ഒന്നും കൂടെ പഠിക്കാം. കർത്താവ് പറഞ്ഞ വാക്യമാണത്. മത്തായി എഴുതിയ സുവിശേഷം 26-ന്റെ 64-ാം വാക്യം. യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, നാം എപ്പോഴും സത്യത്തിനു വേണ്ടി ജീവിക്കണം. അല്ലെങ്കിൽ നാം പാപത്തിൽ പെട്ടുപോകാനായിട്ടിടയുണ്ട്. മഹാപുരോഹിതനാണ്, ശാസ്ത്രിമാരുമാണ്, എന്നാൽ ഇപ്പോൾ അവർ കള്ളസാക്ഷികളെ അന്വേഷിക്കുന്നു. അവരുടെ പദവിയിൽ നിന്ന് വീഴുന്നതായിട്ട് കാണും. രണ്ടാമതായിട്ട്, കർത്താവ് മിണ്ടാതിരുന്നു, സകലവും സഹിച്ചു. നാം പല സന്ദർഭങ്ങളിലും ഇരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടം സഹിച്ചു. നാമും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറായിരിക്കണം. നാലാമതായിട്ട്, കർത്താവ്
ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ അവൻ വീണ്ടും വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവ് വീണ്ടും വരുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റു, ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ടു. കർത്താവെ, മറ്റുള്ളവർ അവരെ കർത്താവിനെ നിന്ദിച്ച ശേഷം എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നേറ്റ കർത്താവിനെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിന്ന് നിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപികളായി ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ സകലതും സഹിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ കർത്താവിൻ്റെ ഉത്തമ മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനുണ്ട്, അതിലും കൂടെ കൈ അമർത്തണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.